റമദാൻ മാസം വന്ന ആൾക്കാരൊക്കെ വന്ന് ചോദിക്കും, ഉസ്താദേ എനിക്ക് ഒരുപാട് നിസ്കാരം ഖളാ ഉണ്ട്, ഞാൻ തറാവീഹ് നിസ്കരിക്കണോ? നമ്മളോരോട് വേഗം നിസ്കരിക്കണ്ടെന്ന് പറയും. ആ മറുപടിയാണ് ആവശ്യം. അതുകൊണ്ട് നിസ്കരിക്കണ്ടാന്ന് ഒരു സലാമത്തായി പോയിക്കോളല്ലോ. എന്തിനാ അവർ ചോദിക്കുന്നത്? നിസ്കരിക്കണ്ടെന്ന് കിട്ടിയാൽ ഉസ്താദ് അങ്ങനെ പറഞ്ഞാണ്, അതുകൊണ്ട് നാളെ ആഖിറത്തിൽ ഉസ്താദിന്റെ പേര് പറഞ്ഞാൽ മതി. നടക്കൂല മക്കളെ, നിങ്ങൾക്ക് നടക്കൂല. നിങ്ങൾക്ക് ആ നിസ്കാരം മാത്രമല്ല, ഈ നിസ്കാരം പറ്റൂല. വേറെയുള്ള നിസ്കാരം പറ്റും, വേറെയുള്ള സംഗതി പറ്റും, വേറെ ഏതെങ്കിലും സംഗതി പറ്റും. ജോലിക്ക് പോകാം, അത്യാവശ്യം ജോലിക്ക് പോകാം, അത്യാവശ്യമുള്ള വിശ്രമം, അത്യാവശ്യമുള്ള ഉറക്കം, ഒരു പ്രവർത്തനത്തിനും പോകാൻ പറ്റൂല. ബാക്കിയുള്ള മുഴുവൻ സമയങ്ങളും ആ നിസ്കാരത്തിന്റെ ഖളാഇന് വേണ്ടി വിനിയോഗിക്കൽ നിർബന്ധമാണ്. ഒരു പ്രവർത്തനത്തിന് പോകാൻ പറ്റൂല, ഒരൊറ്റ പ്രവർത്തനത്തിന് പോകാൻ പാടില്ല. ഭൗതിക പ്രവർത്തനമാകട്ടെ, സംഘടനാ പ്രവർത്തനമാകട്ടെ, കുടുംബ പ്രവർത്തനമാകട്ടെ, കല്യാണമാകട്ടെ, സൽക്കാരമാകട്ടെ, ഒന്നിനും പോകാൻ പറ്റില്ല. ഇതൊരു തറാവീഹ് നിസ്കാരം മാത്രം. ചോദ്യം, ഫത്തുൽ മിലി അഹ്റമ അലൈഹി തതവ്വു എന്നുണ്ടല്ലേ, തറാവീഹിന് മാത്രം കണക്കാക്കി കൊടുക്കുന്ന മസല. എല്ലാറ്റിനാണത്. യൽസമുഹു സർഫു ജമീഇ സമനിഹി. നിസ്കാരം ഖളാ ഉള്ള ആണ് പെണ്ണ് സമയം മുഴുവനും വിനിയോഗിക്കണം. അത്യാവശ്യത്തിന്റെ അവന്റെ ജീവിതത്തിന്റെ നിലപാടിന് ആവശ്യമുള്ള സമയങ്ങളൊഴികെ ബാക്കി മുഴുവൻ സമയവും നിസ്കാരത്തിന്റെ ഖളാഇന് വേണ്ടി വിനിയോഗിക്കണം.